ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ കലാമണ്ഡലം വിജയകൃഷ്ണാശാൻ, ശ്രീകുമാർ പാപ്പുള്ളി. രണ്ടുപേരെയും ഒരുപക്ഷെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അധികമായിരിക്കും. പക്ഷേ എൻ്റെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഞാൻ രണ്ട് വാക്ക് പറയാം എന്ന് മാത്രം. കലാമണ്ഡലം വിജയകൃഷ്ണൻ എന്ന ചെണ്ടകലാകാരൻ ദീർഘകാലം 30 വർഷത്തിലധികം കലാമണ്ഡലത്തിൽ അധ്യാപന സേവനം ചെയ്ത് വകുപ്പ് മേധാവിയായി പിരിഞ്ഞ കലാകാരനാണ്. കലാമണ്ഡലത്തിൽ തന്നെ പഠിക്കുകയും തുടർന്ന് കോട്ടക്കൽ നാട്യസംഘത്തിൽ പഠിക്കുകയും വീണ്ടും കലാമണ്ഡലത്തിൽ അധ്യാപകനാവുകയും ചെയ്ത കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ മേളവും മേളത്തെക്കുറിച്ചുള്ള ആലോചനകളും അത് അവതരിപ്പിക്കുന്നതും വളരെ ഹൃദ്യമായ അല്ലെങ്കിൽ പുതുമയാർന്ന അല്ലെങ്കിൽ വളരെ കാര്യമാത്ര പ്രസക്തമായ വിവരങ്ങളാണ് അദ്ദേഹം കലാലോകത്തോട് സംവദിക്കുന്നത്. അത് വാക്കുകളായാലും എഴുത്തായാലും അത്തരത്തിൽ തന്നെയാണ്. പുതിയ ആശയങ്ങൾ അദ്ദേഹം സമൂഹത്തോട് അവതരിപ്പിക്കാറുണ്ട്. അത് കലാമണ്ഡലം വിജയകൃഷ്ണൻ എന്ന ഈ കലാകാരൻ കഥകളി ലോകത്തിൻ്റെ കലാലോകത്തിൻ്റെ ഗുരുനാഥനായ ആരാധ്യനായ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളയുടെ പുത്രനാണ്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളാശാനെക്കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ടതില്ല. അദ്ദേഹം അത്രയധികം വിസ്തൃതനായ സർവ കലാകാരന്മാർക്കും ആരാധ്യനും ബഹുമാന്യനും ഗുരുനാഥനും ആയ കലാകാരനാണ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കലാമണ്ഡലം വിജയകൃഷ്ണൻ. അപ്പോൾ അച്ഛനുമായി ബന്ധപ്പെട്ടതും ഗുരുനാഥന്മാരുമായി ബന്ധപ്പെട്ടതും കലാലോകവുമായി ബന്ധപ്പെട്ടതും കലയുമായി ബന്ധപ്പെട്ടതുമായ വിവരങ്ങൾ വളരെ കൃത്യമായി പറയാൻ കലാമണ്ഡലം വിജയകൃഷ്ണൻ എന്ന കലാകാരന് സാധിക്കും. അതിവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്ന് സന്തോഷമുണ്ട്. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റൊരു പ്രശസ്ത കഥകളി നടനായിരുന്ന നാട്യസംഘത്തിലെ അധ്യാപകൻ, നാട്യസംഘത്തിലെ വകുപ്പ് മേധാവി, അല്ലെങ്കിൽ ആ കഥകളി സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന നിലയ്ക്കൊക്കെ പ്രശസ്തനായിരുന്ന കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നാരാശാൻ്റെ പുത്രനാണ്. കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നാരാശാൻ്റെ വേഷത്തിൻ്റെ സൗഭാഗ്യം, അതിൻ്റെ നൈർമല്യം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അത്രയധികം സുന്ദരമാണ് അദ്ദേഹത്തിൻ്റെ വേഷങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അതിനോടൊപ്പം തുല്യം നിൽക്കുന്നതാണ്. പെരുമാറ്റവും വളരെ കൃത്യമായ പെരുമാറ്റങ്ങൾ. ഞാനത് അത്ര അധികം ഇടപഴകൽ എന്ന് പറഞ്ഞത് വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ, ഞാൻ നാട്യസംഘത്തിലില്ലാത്തത് കൊണ്ട്. പക്ഷെ സൗഹാർദ്ദപരമായ പെരുമാറ്റങ്ങളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാലും അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ശ്രീകുമാർ. ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അതിലേക്കാൾ ശ്രീകുമാർ പാപ്പുള്ളി എന്ന് പറഞ്ഞാലാണ് കലാലോകം മുഴുവൻ അറിയാം. കഥകളിയെ ഇത്രയധികം സമൂഹത്തോട് പരിചയപ്പെടുത്തുന്ന മറ്റൊരു കലാ ആസ്വാദകൻ ഉണ്ടോ എന്ന് സംശയമാണ്. ഒരുപക്ഷെ കഥകളിയെ കണ്ടിട്ടേ ഇല്ലാത്തവർക്ക് പോലും ഈ കഥകളിയെ എത്തിക്കാൻ ശ്രീകുമാർ പ്രയത്നിക്കുന്ന പ്രയത്നങ്ങൾക്ക് എത്രയധികം നല്ല വാക്കുകൾ പറഞ്ഞാലും അധികമാവാത്തതാണ്. അത്രയധികം അദ്ദേഹം കഥകളിയെയും
കഥകളിയുടെ പ്രായഭേദമില്ലാതെയുള്ള കലാകാരന്മാരെയും പുതുലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിക്കാറുണ്ട്. അദ്ദേഹത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ അല്ലെങ്കിൽ അരുത് എന്ന് കലാമേഖലയിൽ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് അദ്ദേഹം വളരെ കൃത്യമായി പറയാറുമുണ്ട്, അല്ലെങ്കിൽ അറിയിക്കാറുമുണ്ട്. അങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള ശ്രീകുമാർ പാപ്പുള്ളിയാണ് ഈ കലാമണ്ഡലം വിജയകൃഷ്ണാശാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ പ്രശസ്തനായ ഒരു കലാകാരൻ്റെ മകൻ, അതായത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ്റെ മകൻ കലാമണ്ഡലം വിജയകൃഷ്ണാശാൻ, കൊട്ടക്കൽ കൃഷ്ണൻകുട്ടിയാരാശാൻ്റെ മകൻ ശ്രീകുമാർ പാപ്പുള്ളി എന്നിവരുടെ ഒരു സംയോജനം കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ഒരു സംഭാഷണം കൂടിയാണ് ഇത് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ആസ്വാദകർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഇതിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്രീ കലാമണ്ഡലം വിജയകൃഷ്ണൻ, പ്രൊഫസർ റിട്ടയർഡ് കലാമണ്ഡലത്തിൽ. ഞാൻ അഭിമാനമുണ്ട്. കാരണം താങ്കൾ എൻ്റെ നാട്ടുകാരനും കൂടിയാണ്, അയൽവാസിയും കൂടിയാണ്. താങ്കളായിട്ട് കുറച്ച് സംസാരിക്കാൻ കിട്ടിയൊരു ഭാഗ്യം, അതൊരു അനുഭവങ്ങൾ തന്നെയാണ്. താങ്കളെക്കുറിച്ച് പറയുമ്പോൾ കഥകളി ലോകം എത്ര പെട്ടെന്ന് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു തലമുറയും കൂടിയാണ്. സർവകലാവല്ലഭനായിട്ടുള്ള സാക്ഷാൽ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ 4ാമത്തെ പുത്രൻ ആണ് താങ്കൾ, കലാമണ്ഡലം വിജയകൃഷ്ണൻ. കലാമണ്ഡലത്തിൽ വിരമിച്ചു, പ്രൊഫസറായി വിരമിച്ചു, ഏറെക്കാലം സർവീസിലുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. വെച്ചാൽ അത് കുറേ റിട്ടയർ ചെയ്തെന്ന് പറയുമ്പോൾ കലാമണ്ഡലത്തിൽ ഏറെക്കാലം ചിലവഴിച്ചതാണ്. ഇടയ്ക്ക് പല ദിക്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഈ കുട്ടിക്കാലം മുതലേ ഈ കേട്ടറിവുണ്ട് നിങ്ങളുടെ പാരമ്പര്യ കലകളോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഈ അമ്പലങ്ങളിലെ ചടങ്ങുകൾ ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭ്രമം ഉണ്ടായിരുന്നു നമുക്ക് കേട്ടിരിക്കും താങ്കൾക്ക്. ഈ സ്കൂൾ പഠന കാലത്ത് തന്നെ കൊട്ടിനോട് അങ്ങനെ തുടക്കം എവിടെയാണ് കുറിച്ചത് ഈ കൊട്ടിൻ്റെ കാര്യങ്ങളൊക്കെ? തുടക്കം കുറിച്ചത് അച്ഛൻ്റെ തന്നെ. ഈ അവരുടെ ആദ്യം ഞങ്ങൾക്ക് ഈ താളുണ്ടോ എന്ന് പരീക്ഷിക്കുക അച്ഛൻ്റെ ഒരു പ്രത്യേക വിശേഷമാണ്. അതിനൊരു കഥയൊക്കെ പറഞ്ഞുതരും. പിന്നെ ഞങ്ങളുടെ ശ്രദ്ധ എങ്ങനെയൊക്കെയാണെന്ന് അച്ഛൻ ശ്രദ്ധിക്കേണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഈ കൊട്ടും പാട്ടും ബഹളമായിട്ടാണ് അധികം കമ്പം. സ്കൂൾ പഠിപ്പൊക്കെ മഹാമോശമായിരുന്നു. തായമ്പക കേട്ടാൽ അത് തായമ്പകയാണെന്ന് പറയാറിയും, ശിവേലിയുടെ മേളം കേട്ടാൽ അത് ശിവേലിയുടെ മേളം, അങ്ങനെ തിരിച്ചറിവുണ്ട്. ചെയ്യാനൊന്നും അറിയില്ല. ഏതായാലും പാരമ്പര്യ ഗുണമായിട്ടായാലും വിരോധമില്ല, നാടിൻ്റെ വിശേഷമായിട്ടായാലും വിരോധമില്ല. എന്നെ കൊട്ട് പഠിപ്പിക്കാൻ അച്ഛൻ തയ്യാറായി. ആദ്യത്തെ ചില പാഠങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിരുന്നു. സ്കൂൾ വെക്കേഷൻ കാലത്ത് അച്ഛൻ്റെ അനുജനാണ് എൻ്റെ കലാമണ്ഡലത്തിലെ ഗുരുനാഥനാണ് കലാമണ്ഡലം മച്ചുണ്ണിപ്പുന്ന ആശാൻ. അവിടെ പോയിട്ട് പിന്നെ 2 മാസം വെക്കേഷൻ സമയത്തൊക്കെ കുറച്ച് പഠിക്കുക. ഏതായാലും കലാമണ്ഡലത്തിലേക്ക് ചേരാറാകുമ്പോഴും പഠിച്ചതൊന്നും കയ്യിലില്ല, ഓർമ്മശക്തി അത്ര കേമാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ഒന്നും അറിയാത്ത ഒരു വിദ്യാർത്ഥി, ഒരു എന്താ പറയണ്ടേ, അങ്ങനെയാണ് എൻ്റെ കലാമണ്ഡലത്തിലെ 1ാം വർഷം തുടങ്ങുന്നത്. ഒന്നും അറിയാത്ത വെച്ചാൽ ഈ ഉള്ളിലുണ്ടെങ്കിൽ പ്രയോഗിക്കാൻ വിഷമമായിട്ട് അല്ല, അതിനൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷനും അറിവും വേണം. അതിന് നിരവധി ചിട്ടതയോടെ പഠിക്കുകയും വേണം. അപ്പോൾ ഏത് വർഷത്തിലാണ് കലാമണ്ഡലത്തിൽ ചേർന്നത്? ഞാൻ 1974 സ്കൂൾ പഠനം ഏതായിരുന്നു നമ്മുടെ? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവരുടെ കലാമണ്ഡലത്തിൽ ചേർക്കാൻ വിചാരിച്ച സമയമായപ്പോഴേക്കും അവിടുത്തെ സമയം കഴിഞ്ഞു. അച്ഛനാണെച്ചാൽ വേനൽക്കാലവും വർഷക്കാലവും ഒരുപോലെ തിരക്ക്, അങ്ങനെയുള്ള കാലമായിരുന്നു. വാരണാസി തിരുമേനിയെ കേട്ടിട്ടില്ലേ? അപ്പോൾ വർഷക്കാലമായാൽ അച്ഛൻ അങ്ങോട്ട് പോവും. അവിടെ എൻ്റെ പ്രായത്തിൽ മറ്റേ നാരായണ നമ്പൂതിരി മൂസ എന്ന് പറയും, അദ്ദേഹത്തെ പഠിപ്പിക്കാനാണോ എന്ന് വെച്ചാൽ എങ്ങനെയും വർഷക്കാലം തെക്കാണ്. അപ്പോൾ കലാമണ്ഡലത്തിൽ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ സമയം കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ മോനേട്ടൻ്റെ കൂടെ എൻ്റെ ഏട്ടനും കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയാണ്. പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്കൂളത്തെ കാര്യം ഒട്ടും ശ്രദ്ധയില്ലാണ്ടിരിക്കുകയായിരുന്നു.
ഇനിയിപ്പോൾ ആദ്യം സ്കൂളിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ നിലവിളിച്ചു കൊണ്ടാണ് എന്നും പോവുക. അതെ. ഒരു ദിവസം അമ്പലക്കുളത്തിൽ ചാട്ടവും കളിയും അമ്പലമുറ്റത്ത് കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ സന്ധ്യാകുമ്പോഴത്തെ ഞങ്ങൾക്ക് ചില ചടങ്ങുകളുണ്ട്. പയ്യന് കഞ്ഞി കെട്ടുക, അരി അരയ്ക്കുക, അങ്ങനെയില്ല. ആ സമയത്ത് കലാമണ്ഡലത്തിലെ അന്നത്തെ സ്കോളർഷിപ്പ് വിദ്യാർത്ഥിയാണ് തോന്നുന്നു ചെണ്ട രാമൻ നമ്പൂതിരി. അദ്ദേഹമുണ്ട്, ഞങ്ങളുടെയൊക്കെ വളരെ സീനിയറാണ്. അദ്ദേഹം കവളപ്പാറയ്ക്ക് വന്നിട്ട് എന്നോട് എത്രയും വേഗം കലാമണ്ഡലത്തിൽ ചേരാൻ തയ്യാറായിട്ട് വരണം എന്ന് അച്ഛൻ ഉപദേശം പറഞ്ഞയച്ചിരിക്കണു എന്ന് പറയാൻ ഒരു ദൂത് അച്ഛനും ഇവിടെ ഇന്ത്യയിൽ. പെട്ടെന്നൊക്കെ അറിയിക്കുകയൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. എങ്ങനെയായാലും അമ്മയാണ് എന്നെ കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി ചേർത്തത്. ഇവിടെ ഒരു ആലമ്പള്ളി വാസുദേവൻ നമ്പൂതിരിയുണ്ട്, അച്ഛൻ്റെ ഒരു ചെറിയ ശിഷ്യസ്ഥാനം. അതെ, അങ്ങനെ പോയി കലാമണ്ഡലത്തിൽ 1974 ജൂണ് ഏതാണ്ട് കഴിയാറായിരിക്കണു ഞാൻ ചേർന്നപ്പോൾ. അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയാവണം. പിന്നെ അവിടുത്തെ കളരി അനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ പഠന രീതികളൊക്കെ ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ? അന്ന് ചെണ്ടക്കളരിയിൽ ഞാനും വാഴയങ്കട ഒരു കൃഷ്ണദാസുണ്ട്, അദ്ദേഹം പ്രശ്നിക്കടവ് നിന്നൊക്കെ റിട്ടയർഡ് ചെയ്ത ആളാണ്. അദ്ദേഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തായമ്പക പതികാലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഘട്ടം ഇങ്ങനെ കഴിയാറായി നിൽക്കുന്ന സമയത്താണ് ഞാൻ തക്കിട്ടക്കാരനായിട്ട്. അപ്പോൾ അമ്മാവ പറയും തായമ്പക രണ്ടാളി ഒപ്പം കഴിയണം, പേടിപ്പിച്ചുകൊണ്ടാണ് പറയുക, ഉത്സാഹിപ്പിക്കുന്നുള്ളത്. അങ്ങനെ കട്ടിച്ച് ഒപ്പം തായമ്പക കഴിഞ്ഞു. നിങ്ങൾ അയാളുടെ ഒപ്പം കഴിയണം എന്ന് പറയുമ്പോൾ ഒപ്പം എത്തണം എന്നുള്ളൊരു വാശി ഇല്ലേ, തെറ്റും. എന്നാലും അങ്ങനെ 1 വർഷം കഴിഞ്ഞു. എൻ്റെ നീത ഉണ്ടായിരുന്ന ആൾ അദ്ദേഹം വന്നിട്ടില്ല തോന്നുന്നു, ഉണ്ണികൃഷ്ണനാണ്. പിന്നെ പറ്റില്ലേ, കേൾക്കാനേ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ അനവധി മഹാരാധന്മാരായുള്ള അധ്യാപകരുണ്ടായി. അവർ ചെണ്ട അധ്യാപകരിൽ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യക്കാരനാണ് ഉണ്ണികൃഷ്ണൻ. അത് ഒരു പ്രിൻസിപ്പാൾ സ്ഥാന രോഹിതനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചുമതല ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കൊണ്ട് ചെണ്ട വിഭാഗത്തിൻ്റെ ഉണ്ണികൃഷ്ണനാണ് എൻ്റെ വീടുള്ള വിദ്യാർത്ഥി. പിന്നെ ഒരു രാധാകൃഷ്ണന്മാരാണ്, അദ്ദേഹം പാവം മരിച്ചു. അപ്പോൾ ഉണ്ണികൃഷ്ണനൊക്കെ കളരിയിലൊക്കെ അത്യാവശ്യം കൊട്ടാറായിട്ടുള്ള ആളാണ്. എന്നാലും ചുണ്ണിമാമയുടെ സഹായം വേണം. രാധാകൃഷ്ണന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല, രാധേട്ടനെ വിളിക്കുക, അദ്ദേഹം തന്നെ കഴിച്ചു കൂട്ടുന്ന ആളായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. മന്നാടേരേഷനാണ് ക്ലാസ്സിലിരിക്കുക. പക്ഷേ ഈ പഠിച്ചത് ഇങ്ങനെ തെറ്റി കൊട്ടുന്ന ആളാണെങ്കിൽ മന്നാടേരേഷൻ കളരിയിലേക്ക് പോവും. അച്ഛൻ വളാശാലാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി തല്ലിനേക്കാൾ അധികം പേടിയായിരുന്നു എനിക്ക്. ഇവിടെ തന്നെ എല്ലാവരെയും പേടിക്കാനുള്ള ആൾക്കാരാണ് വീട്ടിൽ. അവിടെ ചെന്നാലും ഈ പേടി സ്വപ്നം എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. എല്ലാവരെയും കണ്ടാൽ പേടി, എന്തിനാന്ന് വെച്ചല്ലാണ്ട് പേടി. ചുണ്ണിമാമ ബന്ധു കൂടിയാണല്ലോ, ചുണ്ണിമാമ എന്നേ പറയാറുള്ളത്. വിഷമാണ് അച്ഛന് ഉപഭാഷ എന്ന് പറയാൻ. 78 എൻ്റെ കോഴ്സ് കഴിഞ്ഞു. 77 എൻ്റെ അരങ്ങേറ്റം. അക്കാലത്ത് പറഞ്ഞ പോലെ അച്ഛന് പൊതുവുള്ള ആശാൻ, മന്നാടിയരാശാൻ, പിന്നെ വേറെ ആരെങ്കിലൊക്കെ ക്ലാസ്സുകളിൽ ഇങ്ങനെ കൂടാൻ അല്ലാതെ ചെണ്ടക്കളി ഒരു ചെണ്ടക്കളരിയേ ഉള്ളൂ, 2 വിദ്യാർത്ഥിയുള്ളൂ. അപ്പം അന്ന് അച്ഛൻ അവിടെ ഇല്ല, കലാമണ്ഡലത്തിൽ അച്ഛനില്ല, ആ സമയത്തില്ല അല്ലേ? അവിടുന്ന് പോന്നിരുന്നു. അത് ശരി. അന്നിപ്പോൾ സഹപാഠികളുണ്ടായിരുന്ന ഇപ്പോൾ നമ്മൾ സീനിയറായിട്ടുള്ള കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഞങ്ങൾ 4 ആൾ. രാധാകൃഷ്ണന്മാരെ, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണദാസൻ, ഞാൻ. ഇടയിൽ ഒരാൾ വന്നു, ഒരു വാസുദേവ പണിക്കരെ. അത് മറ്റേ RMയിലോ അവിടെ കോഴ്സ് കഴിഞ്ഞ് ഫാക്ടറിയിലോട്ടെ കോഴ്സ് കഴിഞ്ഞ് വന്ന ആളാണ്. കലാമണ്ഡലത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗത്തേക്കുള്ള ആളാണ്. പഠിച്ചിരുന്ന കളരികളുണ്ടല്ലോ, നമ്മൾ കളരിയാണല്ലോ മെയിനായിട്ട്. അപ്പോൾ ചെണ്ട കളരിയിൽ ഉണ്ടെങ്കിലും ചൊല്ലിയാട്ട് കളരികൾ, ആ ചൊല്ലിയാട്ട് കളരിയിൽ കുറേ അനുഭവം ഉണ്ടാവുമല്ലോ. അത് ഇങ്ങനെയൊക്കെ അതൊക്കെ എന്താ പറയണ്ടേ, എന്നെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ എനിക്കൊക്കെ അറിയും,
മറ്റു ഇനി അങ്ങനെയാണ്. അപ്പം കൊട്ട് കേട്ടാൽ എനിക്ക് താളം പിടിക്കാൻ അറിയാം, ഇന്നതാണ് അതാണ് അതൊക്കെ എനിക്ക് വരച്ചുള്ള പോലെ. അപ്പോൾ കലാമണ്ഡലത്തിൽ കുട്ടിത്തരം കളരി ആശാനാണ് കലാമണ്ഡലം ഗോപി ആശാൻ നമ്മുടെ അക്കാലത്ത്. അതെ, പത്മനാഭരാശാൻ ഇടത്തരം കളരി, രാമകുട്ടിനാരാശാൻ ആദ്യവസാന കളരി, അങ്ങനെയാണ്. അങ്ങനെ ഈ 3 കളരിയാണ് സ്ഥിരമായിട്ട് കല്ലൂഴി സമ്പ്രദായത്തിൽ. പിന്നെ തെക്കൻ കളരി എന്ന് പറഞ്ഞിട്ട് മടവൂരാശാനായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഈ മടവൂരാശാൻ്റെ കളരിയിൽ കൊട്ടാൻ രാമനമ്പൂരി ഉണ്ടായിരുന്നു. ഇവിടെ വന്നാൽ ഒരു കളരിക്ക് ഉണ്ണികൃഷ്ണനും മറ്റേ കളരിക്ക് രാധാകൃഷ്ണന്മാരായാലും പോയാൽ മടവൂരാശാൻ്റെ കളരിക്ക് ആളില്ല. അത് തെക്കൻ സമ്പ്രദായമൊക്കെ വടക്കലയെ സംബന്ധിച്ചോളം കുറച്ച് പുലിവാലുള്ളതാണ്. അത് രാമനമ്പൂരിയാണ് അത് കഴിക്കുക. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ എവിടെ കൊട്ട് കളിച്ചാൽ കൂടെ ഓടും. പിന്നെ ഈ പറയാനായിട്ടത് ആശാന്മാരകാർ വടക്കൻകളരിയിൽ കൊട്ടി ശീലിച്ചെന്ന് പറഞ്ഞു. ഈ പഠനകാലത്ത് ഈ നമുക്ക് പഠന സമ്പ്രദായങ്ങളുണ്ട്. രാവിലെ എത്ര മണിക്ക് നീക്കുക, അങ്ങനെ കൊട്ടുക, അങ്ങനെ ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രീതികൾ എങ്ങനെയായിരുന്നു അവിടുത്തെ പഠന രീതികൾ? 4:30 മണിക്കാണ് സാധക ക്ലാസ് തുടങ്ങുക. അത് 4:15 ഫസ്റ്റ് ബെല്ലടിക്കും. അപ്പോൾ ഉണരണം, പ്രാഥമിക കാര്യങ്ങളൊക്കെ വേഗം കഴിച്ച് 4:30 ബെല്ല് ഉണ്ണേന്ന് അടിച്ചാൽ അതിൻ്റെ താളത്തിന് ഇവിടെ കിടവത്തി കൈ തുടങ്ങണം. ഇല്ലെങ്കിൽ അടിയ അതിനടിയ ആ സമയത്ത് തുടങ്ങിയില്ല എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ പാലിച്ചില്ല എന്നാണ് ചെണ്ടക്കളവിലത്തെ അച്ചടക്കം. അത് മാക്സിമം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഉറക്കം മതിയാവാത്ത അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഒരു കാഠിന്യം എത്രയിലും എനിക്ക് മനസ്സിലാക്കാനോ ചെയ്യാനോ കഴിയാത്ത ഒരു എന്താ പറയണ്ടേ, ഒരു ഉറപ്പ പഠനക്കാരനായിരുന്നു ഞാൻ സത്യം പറഞ്ഞത്. പരീക്ഷയ്ക്കൊക്കെ തന്നെ ജന്മാന്തരം കൊണ്ട് ജയിക്കുക, അല്ലെങ്കിൽ ഒരു തരം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാറായി ജയിക്കുക എന്നുള്ളതല്ലാണ്ട് ധൈര്യമായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്ക് പേടിയാണ്. അറിയുമെന്ന് വെച്ചാലും പ്രസൻറ്റ് ചെയ്യാൻ പേടി. ഇല്ല, അതൊക്കെ പഠന ആദ്യകാലങ്ങളുണ്ടാവും. സ്വാഭാവിക പലർക്കും വന്ന് ചേരുന്നതാണ് പഠനകാലത്ത്. അതൊന്നും അത്ര ഒരു കുറ്റം പറയാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അനുഭവം കൊണ്ട് നമ്മൾ തെളിയിച്ചെടുക്കുന്നതാണ്. അല്ല, ഒരു ഇന്നത്തെ അന്ന് 12 വയസ്സാണ് ഞാൻ. അന്നത്തെ 12 വയസ്സിൻ്റെ ഒരു മാനസികാവസ്ഥയും ഇന്നത്തെ 12 വയസ്സിൻ്റെ മാനസികാവസ്ഥയും ഒരുപോലെ അല്ല. ആ, ഇപ്പോൾ എൻ്റെ പേരക്കുട്ടി തണ്ടർബേഡിൽ പോയാൽ മതി പറയും, ഒരു ബൈക്കിൻ്റെ പേരാ. അത്രയൊന്നും നമ്മൾ അന്ന്. പിന്നെ അന്ന് ഈ കൊട്ട് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ കളരിയിൽ പഠിക്കുന്ന ഒരു അറിയാൻ വേണ്ടിയിട്ടാണ്, താമ്പകയാണോ ആദ്യം പഠിച്ചിറങ്ങുന്നത് എന്ന് കളരിയിൽ നിന്ന്, ശേഷം കളിക്കൊട്ടിലേക്ക് വരുന്നത് എങ്ങനെയത്? ആദ്യം സാധക മുറകളാണ് പഠിപ്പിക്കുക. അതൊന്ന് കയ്യിൽ വഴങ്ങാൻ തുടങ്ങിയാൽ തായമ്പക കുറേശ്ശെ തുടങ്ങും. ഈ തായമ്പക തുടങ്ങിയാലാണ് എത്രത്തോളം പഠിച്ചത് അയാൾക്ക് സൂക്ഷിക്കാൻ വയ്ക്കും, പ്രവർത്തിക്കാൻ വയ്ക്കും എന്നുള്ള ആശാന്മാരുടെ ശ്രദ്ധ തുടങ്ങുക ഈ തായമ്പകയെന്നാണ്. കഥകളിക്കൂട്ടിൻ്റെ എന്താ അടിസ്ഥാന പഠനം തായമ്പകയാണ്. ഒരു സ്കെൽട്ടൻ തായമ്പക കലാമണ്ഡലത്തിൽ പഠിപ്പിക്കും. എന്തൊക്കെയാണ് താളകാലങ്ങൾ, എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് എണ്ണങ്ങളുടെ ക്രമങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് കൊട്ടേണ്ട വിധങ്ങൾ എന്നില്ലേ. ഒരു കൊട്ടുപഠനം എന്ന് പറയണത് തായമ്പക പോലെ വേറൊന്നുമില്ല. അതെ, അത് അപ്പോൾ ആ കൊട്ട് പഠിക്കുക എന്ന് പറയുന്ന സാധനം തായമ്പകയാണ്. പിന്നെ ഇതൊന്ന് പലതും തായമ്പകയെന്ന് പലതും നമ്മുടെ എടുക്കാണ്ട് എണ്ണങ്ങളോ പ്രയോഗം ഇല്ലേ. അങ്ങനെ തായമ്പക വൃത്തിയായിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ കഥകളിക്കൂട്ട് വേഗം പഠിക്കും. ഞാനൊരു ഒരു കുസൃതി ചോദിക്കട്ടെ. അതായത് ഞാൻ പറഞ്ഞു കേട്ടിലാണ്, ഈ കഥകളിക്കൊട്ട് പഠിച്ചവർ തായമ്പയ്ക്ക് വേറെ ആസ്വാദ്യം കൂടും പറയുന്നുണ്ട്. ഭാവം കൂടുന്നോ, എന്തായാലും സംഗീതം വരുന്നോ, അങ്ങനെ അതിൽ പ്രത്യേകത വരുന്നോ? കളിക്കൊട്ട് പഠിച്ചവർ തായമ്പയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടോ? അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായമാവും. കാരണം എന്താ വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അരിപ്പറമ്പ് ശിവരാമ പൊതുവാൾ, തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ, അങ്ങനെയുള്ള മഹാരാജന്മാരാണ്. ഇവരൊന്നും കളിക്കൊട്ടുകാരല്ല. കളിക്കൊട്ടിന് കൊട്ടാനാവുക എന്ന് പറഞ്ഞാൽ ചെണ്ട തൂക്കിയിടുന്നത് മുതൽക്ക്, അല്ലെങ്കിൽ കോല് എവിടെ എങ്ങനെ വീഴണം എന്നുള്ള മുതൽക്ക് നിഷ്കർഷയാണ്. അതിനൊരു അതിർത്തി വെച്ചാൽ ആ അതിർത്തിയിൽ നിന്ന് മാറിയാൽ അടിയനെയാണ്. അപ്പോൾ വക്ക് നടു എന്നൊക്കെയുള്ള ശബ്ദങ്ങളെ വളരെയധികം നിഷ്കർഷിക്കും. അത്ര നിഷ്കർഷ വേണ്ട
ഈ തായമ്പക തുടങ്ങിയുള്ള മേളങ്ങൾക്ക്. ഈ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് വെച്ചാൽ അല്ലാത്തവരാണ് അധികം. അത് വലിയ തെറ്റായിട്ട് പറയുന്നില്ല. ഇപ്പം അധികം എന്താ പറയണ്ടേ, കളിക്കൊട്ട് ഭ്രമക്കാരുടെ സങ്കേതങ്ങളാണ് അധികം. വളരെ അധികം നിഷ്കർഷയായിട്ട് വക്കു നടു വൃത്തിയായിട്ട് കൊട്ടുന്ന ആൾക്കാരാണ്. ഈ കളിക്കൊട്ട് എന്ന് പറയുമ്പോൾ അതിന് സത്യം പറഞ്ഞാൽ പക്കവാദ്യം തന്നെ വേണം പറയാം. കാരണം അത് കളിക്കൊട്ട് പറയുമ്പോൾ തായമ്പോലെ കൊട്ടാൻ പറ്റൂല. കാരണം സംഗീതം ഉണ്ട്, അവിടെ പാട്ടുകാരുണ്ട്, ഇപ്പോഴത്തെ മുദ്രയ്ക്ക് വേണം. ഒരു വേഷക്കാരൻ, ഏതാ വേഷക്കാരൻ, പല വേഷക്കാരും മനോധർമ്മങ്ങൾ എങ്ങനെ ഗ്രഹിച്ചിട്ട് വേണം അനുസരിച്ചിട്ട് അല്ലേ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ ഉത്തരവാദിത്വം ഒരുപാട് കൂടുതലാണ്. തായമ്പയ്ക്ക് പറഞ്ഞാൽ അവനവൻ്റെ മനോധർമ്മം പോലെ കൊട്ടിയാണ് പോവാം ശൈലിയിൽ. ഈ കളിക്കൊട്ടുകാരന് കുറേ പരിമിതികളല്ലേ അങ്ങനെ കൊട്ട് ചെയ്യാൻ ഉണ്ട് അല്ലേ. സത്യം എന്താ വെച്ചാൽ കളിക്കൊട്ടിൻ്റെ മീതെ എന്താ ഒരു പഠനം വേണ്ടത് വെച്ചാൽ ഇല്ല. എല്ലാത്തിനും മീതെയാണ് കളിക്കോട്ട്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. എന്താ വെച്ചാൽ അതിലൊരുപാട് ഡിസിപ്ലിൻ, ഒരുപാട് ഭാവനകൾക്ക് ഈ പ്രയോക്താവ് വിധേയനാണ്. മറ്റതൊക്കെ ചെണ്ടയിൽ കൊട്ടിയാൽ മതി, ചെണ്ടയിൽ കൊട്ടിയാൽ മതി. അത് എങ്ങനെ കൊട്ടി എന്നുള്ളതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരേ വികാരത്തോടു കൂടി കഥകളിക്ക് ചെണ്ട കൊട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ പാടില്ല, അല്ലെങ്കിൽ അയാളെ ചെണ്ടക്കാരനായിട്ട് അംഗീകരിച്ചില്ല. പല വേഷങ്ങൾ, പല കഥാപാത്രങ്ങൾ, അതിൻ്റെയൊക്കെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ടും ശബ്ദമില്ലാണ്ട് കൊട്ടണം എന്ന് പറഞ്ഞാൽ കൊട്ടാണ്ടിരിക്കണം. അതും മേളത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിചാരിച്ചിട്ട് കോല് തിരികെ നോക്കി നിന്നാൽ പറ്റൂല. അങ്ങനെയില്ലേ? അല്ല, അതാണല്ലോ ഈ പലപ്പോഴും ഈ മേളക്കാരുടെ കഴിവുകൾ നാം തനിച്ച് കാണുന്നത് ആ മേളപ്പദം എന്നുള്ള ആ ചടങ്ങായിട്ടുള്ള പരിപാടിയില്ല, അതിലൂടെയാണ്. കാരണം സ്വാതന്ത്ര്യം കുറച്ചുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട്. അപ്പോൾ അത് കൊട്ടി കാണുമ്പോൾ ഏറ്റവും സുഖം അല്ലേ? മേളപ്പദം ഇല്ലാത്ത അനുഭവം. ഒരു മുഴുവൻ കഥകളി അവതരണത്തിൻ്റെ ഒരു ഇനം. ഒരു മേളപ്പദം കേൾക്കാൻ വേണ്ടി ഒരു കളി നിശ്ചയിക്കുക എന്ന് പറയണതോ അല്ലെങ്കിൽ മേളപ്പദം കൂടി ആയിക്കോട്ടെ കളി ഒരു പ്രധാന കൊട്ടുകാരൻ വന്നിട്ട് വെച്ചാൽ അങ്ങനെയില്ലേ? അതൊക്കെ കാലം കൊടുക്കുന്ന പ്രത്യേക ഒരു ആസ്വാദനമെന്നോ അല്ലെങ്കിൽ ആവശ്യമെന്നോ. സ്വതേ കഥകളിക്കൊട്ടിൽ മേളപ്പം എന്ന് പറഞ്ഞാൽ കഥകളിയുടെ ഒരു എണ്ണം, ഒരു 5-6 എണ്ണം ഉണ്ട് വെച്ചാൽ വൈകുന്നേരമായ സന്ധ്യക്കേളി, അരങ്ങുകേളി, തോടയം, പുറപ്പാട്, മേളപ്പദം, കഥ എന്ന് പറയുന്ന ഒരു 5-6 ഐറ്റത്തിൻ്റെ ഒരെണ്ണം ആണ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞപ്പോൾ എത്ര വർഷം കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ട്? കലാമണ്ഡലത്തിൽ 4 കൊല്ലത്തെയാണ് ആദ്യത്തെ ഒരു കോഴ്സ്. തോറ്റാൽ പോരാ. അത് 2 വർഷവും 2ാമത്തെ വർഷവും 4ാമത്തെ വർഷമാണ് ഈ തോറ്റാൽ പോരാവുന്ന ഒരു പരീക്ഷ. ഞാനതിലൊക്കെ ഫസ്റ്റ് ക്ലാസ്സായിട്ട് ജയിച്ചു. മന്ദനാണെങ്കിലും ഞാൻ വലിയ തെറ്റൊന്നും കൂടാണ്ട് തന്നെ ജയിച്ചു എന്ന് പറയാം. കാരണം വെച്ചാൽ എനിക്കൊരു ബേസ് ഉണ്ടല്ലോ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ എന്താ പറയുക, ശരീരം കൊണ്ടും പ്രയോഗം കൊണ്ടും ഈ കൊട്ട് കൊണ്ടു നടത്താൻ അശക്തനായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ മീതലുള്ള സീനിയർമാരുടെ പോലെയൊന്നും എനിക്കൊന്നും സാധിക്കാത്ത വളരെ വിഷമമുണ്ടായിരുന്നു. 4 കൊല്ലം പഠിച്ചിട്ട് ഇവർക്കൊരു ചീത്തപ്പേരിന് ഞാനായില്ലോ എന്നൊരു. കാരണം വെച്ചാൽ എൻ്റെ മുമ്പുള്ളവരൊക്കെ 4 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ പഠിക്കാം എന്നുള്ള, അല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലെങ്കിൽ കലാമണ്ഡലത്തിൽ ചേരാൻ സ്റ്റൈപ്പെല്ലാം കണ്ടല്ലോ. അങ്ങനെയൊക്കെ ആയി തീരുക, അല്ലെങ്കിൽ കമ്പം കൊണ്ടായി തീരുക, അല്ലെങ്കിൽ ആശാനായിട്ട് സാധ്യതയ്ക്ക് വരിക. അങ്ങനെയൊക്കെയാണ് വെച്ചാൽ ഇതിനൊന്നിനും പറ്റാത്ത വലിയൊരു വിഷമക്കാരനായിരുന്നു ഞാൻ. ഈ കലാമണ്ഡലത്തിൽ അരങ്ങ് കൂട്ടിയത് അതിലൊരു അനുഭവമുണ്ടോ? അരങ്ങേറ്റം ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഇന്നത്തെ അവസ്ഥയെ ആലോചിച്ചാൽ അരങ്ങേറ്റ ദിവസം തന്നെ എനിക്ക് കഥകളിക്ക് കൊട്ടാൻ ഒരു അവസരം ഉണ്ടായി. അതും ആ കഥയ്ക്ക് കൊട്ടാൻ അതും ഒരു അരങ്ങേറ്റായിരുന്നു. മറ്റതൊക്കെ പുറപ്പാട് മേളപ്പദം കൊണ്ട് കഴിയിലാണ് ഇപ്പോൾ അധികം കണ്ടുവരുന്നത് വെച്ചാൽ അന്ന് എനിക്ക് ഒരു കഥയ്ക്ക് ഒരു കഥാപാത്രത്തിൻ്റെ കൊട്ടാനും കൂടി തരായി എന്നുള്ളതാണ്. എന്നാലും ഈ 4 കൊല്ലത്തിലുള്ളതിൽ അരങ്ങേറ്റത്തിന് ശേഷം കലാമണ്ഡലത്തിൻ്റെ കളികളൊക്കെ പോവുക. സന്ധ്യക്കേളി ഞാനുണ്ടെങ്കിൽ അധികം എൻ്റെ തന്നെയാണ്. ചിലപ്പോൾ പുറപ്പാടോ താളം പിടിക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് കളി കണ്ട് മനസ്സിലാക്കുക, കേട്ട് മനസ്സിലാക്കുക. പക്ഷെ ഞാനൊന്നും അധികം ഉറങ്ങിക്കഴിക്കില്ല. എനിക്ക് ഉത്സാഹിക്കാൻ വലിയ ഇഷ്ടമാണ്. ആശാന്മാരെ അതിന് കൂട്ടുമ്പോൾ താളം പിടിക്കുക, ശംഖ് വിളിക്കുക. ഞാനങ്ങനെ
അല്ലാണ്ട് കൊട്ടാലി വെച്ചിട്ട് പോയി അപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ട് ഞാനത് നേരത്തെ അറിഞ്ഞറിവുണ്ട്. കുറെ ആത്മവിശ്വാസം എനിക്ക് അരങ്ങത്ത് കൊട്ടാൻ പിന്നീട് വന്ന് കുറച്ചു കാലം കോട്ടയ്ക്കൽ പഠിച്ചിട്ട് തോന്നുന്നു അല്ലേ? അത് രണ്ടു കാര്യമുണ്ട്. കാരണം കലാമണ്ഡലത്തിൽ പല കളരികളാണ്, കോട്ടയ്ക്കൽ ഒരു കളരിയാണ് അല്ലേ? ഒരു കളരിയിലാവുമ്പോൾ അപ്പോൾ എല്ലാ വേഷങ്ങളും കുട്ടിശീലം അണിയറയിലുണ്ട്, അല്ല സോറി കളരിയിലുണ്ടാവും. കോട്ടയ്ക്കൽ പഠനം എങ്ങനെയായിരുന്നു? കുട്ടമരാരാശനായിരുന്നു അല്ല അവിടുത്തെ അത് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ കാരണമായി. മാർച്ച് 30 കലാമണ്ഡലം ക്ലോസ് ചെയ്യും. അന്ന് കാര്യമായിട്ട് ക്ലാസ്സൊന്നും ഉണ്ടാവില്ല. ചൊല്ലിയാട്ട കളരിയിൽ പുറപ്പാടും മേളപ്പതും ആയാൽ ക്ലാസ് കഴിഞ്ഞു. ഉച്ചയാകുമ്പോഴേക്കും അനവധി ആൾക്കാർ പോയിട്ടുണ്ടാവും. ഉച്ചത്തെ ഭക്ഷണമുള്ളൂ, രാത്രിക്ക് ഭക്ഷണമില്ല. ഞാൻ ഉച്ചയ്ക്ക് ഊണിക്കാൻ ഇവിടെ എത്തി. മറ്റുള്ളവരെ പോലെ ഷർട്ടും മുണ്ടൊക്കെ തേച്ച് ഇരുമ്പി അരക്കി ഇനിയില്ലേ മറ്റവരൊക്കെ പോണ പോലെ ഞാനും പെട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. കോഴ്സ് കഴിഞ്ഞ് പോരാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഊണിക്കായിരിക്കുക വീട്ടിൽ. അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു കിണ്ണ അധികം വെക്കണമല്ലേ, മറ്റത് ശനി ഞായറായ പൂലോ, ഇനിയിപ്പോൾ ദിവസേനെ ഞാൻ ഊണ് കഴിക്കാണ്ട് അത് ഭയങ്കരമായിട്ട് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കിണ്ണത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് വെക്കാൻ എനിക്ക് അശക്തനായിരിക്കുന്ന സമയത്ത് ഞാനൊരു കിണ്ണത്തിലത്തെ ഗുണദോഷം പറയുന്ന ആളായിട്ടിട്ട് മാറില്ലേ, അത് എനിക്ക് ഉള്ളു തട്ടി. പിന്നെ ചോദിച്ചു, എന്താ താൻ കണ്ടിരിക്കണേ? എന്താ നീ കണ്ടതെന്നല്ല, എന്താ താൻ കണ്ടിരിക്കണേന്ന്. ഞാൻ പറഞ്ഞു, ഒന്നെനിക്ക് ജോലി ഇവിടെ കണ്ടല്ലോ, ഇവിടെ നിന്നാൽ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കോട്ടയ്ക്ക് പഠനം എന്ന് പറഞ്ഞു. ഇത് 2 കാരണമാണ്. എനിക്ക് ഈ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ പൊട്ടക്കന ആളാവുകൊണ്ട് ഈ ശ്വാസത്തിൻ്റെ ശ്വാസമുട്ടലോ ഏക്കം എന്നൊക്കെ പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു തലവേദന. അതിപ്പോഴും അത് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ തലവേദനയാണ് എന്ന് പറഞ്ഞു ഒഴിയാണ് എന്ന് പറയുന്ന ആക്ഷേപം ഇപ്പോഴുണ്ട്. പക്ഷേ ഒരു തലവേദനയും ഈ ശ്വാസമുട്ടലിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കോട്ടയ്ക്കലിനെ സംബന്ധിച്ചോളം വയ്യാതെ തോന്നിയാൽ ചികിത്സിക്കാൻ സൗകര്യമുണ്ട്, വയ്ക്കും തോന്നിയാൽ പഠിക്കാനും സൗകര്യമുണ്ട്. അത് ഞാൻ ആരോ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി. എൻ്റെ പരീക്ഷയ്ക്ക് കലാമണ്ഡലത്തിൽ കുട്ടമരാശം വന്നിരുന്നു. അപ്പോൾ നമ്പീശമ്പാദരോടൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് ആശാൻ എന്നെ കൂടെ പറഞ്ഞയച്ചു. ഏത് മാമയോ മഞ്ഞാടിരശനോ അല്ല കുട്ടമരാശാനെ നമ്പീശാശൻ്റെ അവിടേക്ക് എത്തിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞാൽ കോട്ടയ്ക്കലേക്ക് വരണമെന്ന്. പേടിയാണ് സംസാരിക്കാനേ, വലിയ ശരീരവും ആളുമല്ലേ. മോഹൻ ഉണ്ടായോ? അച്ഛനോട് പറയൂ. ഞാൻ അച്ഛനോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കോട്ടയ്ക്കലേക്ക് പോയത്. അല്ല, അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. അത് താൻ സൂചിപ്പിച്ചോണ്ട് പറയണേ. അച്ഛൻ അതായത് പൊതുവളാശൻ പറഞ്ഞു, എന്നാ താൻ എന്താ കണ്ടിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു അച്ഛൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. തന്നെ പ്രാപ്തനാക്കുക, തൻ്റെ സ്വയം കാലം താൻ നിൽക്കാൻ പഠിക്കണം എന്നുള്ളൊരു ഒരു ആഹ്വാനം കൂടി ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ കോട്ടയ്ക്കൽ എത്തി. കോട്ടയ്ക്കൽ പഠനം തുടർന്നായിട്ട് ഇങ്ങനെ കോട്ടയ്ക്കൽ എത്തിയപ്പോൾ കളിക്കോട്ട അറിയണ ആളാണല്ലോ, വയ്യാത്ത. അവിടെ ഈ പ്രശ്നമുണ്ട്. ഈ അഭ്യാസത്തിൻ്റെ കട്ടിപ്പം ഞാൻ അനുഭവിച്ചത് അവിടെ. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സീനിയർമാരൊക്കെ ചെണ്ടയിൽ കൊട്ടും, പിന്നെ ജൂനിയറെ പറയാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഇവരുടെ ഇടയിലാണ് എൻ്റെ കല്ലുമിലുള്ള കോട്ട്. അപ്പോൾ അവരിങ്ങനെ മത്സരിച്ച് കൊട്ടുമ്പോൾ ഉറക്കം നോക്കും. അതിങ്ങനെ വല്ലാതെ ആകുമ്പോൾ എനിക്ക് പേടിയില്ല. ഞാൻ എന്തെങ്കിലും കുറച്ചേരം കൊട്ടും വെച്ചാൽ ശബ്ദം കേട്ടില്ല വെച്ചാൽ പൊളിമുട്ട ശബ്ദം കേൾക്കണ്ടേ. പക്ഷെ അവർ ഓരോ തല്ലോ രണ്ട് ഈ സാധകം ചെയ്ത് കയ്യിനെ സ്വാധീനമാക്കണം എന്നുള്ളൊരു ആവശ്യപ്രകാരം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്ക് അന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു മഹത്വം എനിക്കറിയില്ല. അത് ഞാൻ കോട്ടയ്ക്കൽ അനുഭവിക്കാൻ അവിടുത്തെ കലാമണ്ഡലത്തിൽ വെച്ചാൽ നല്ല അമ്മിക്കുഴ പോലത്തെ അമ്മിക്കല്ല് പോലത്തെ നല്ല കല്ല്, പുളിമുട്ടി മാത്രമേ ഉള്ളൂ നല്ലത്. 2 ദിവസം നിൽക്കിച്ചാലും ഇവിടെ അതല്ല, ഒരു പരുക്കൻ ഒരു പാറക്കല്ല് കൊണ്ടു വെച്ചാൽ മാതിരി ഒരു കല്ല്, നല്ല കനുള്ള മുട്ടി, അതിൻ്റെ പിടിക്കണ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് ഇനിയില്ലേ അതൊക്കെ അവിടെ അതിനൊക്കെ സൗകര്യം ഉണ്ടാവും. കുന്തിച്ചിരിക്കും വേണം. കലാമണ്ഡലത്തിൽ ചമ്പളം പണിഞ്ഞിരിക്കുക വെച്ചാൽ ഇവിടെ കുന്തിച്ചിരിക്കും വേണം. അതൊരു തോട്ടിൻ്റെ വക്കത്താ ക്ലാസ്, ഒരു പട്ടപ്പരി
കൊതുങ്ങനെ ഇങ്ങനെ കട്ടിച്ചിട്ട് മൂത്തുങ്ങനെ പൊളിക്കും. അത് മാന്താൻ സമ്മതിക്കില്ല ആശാൻ. അതെ, കൃഷ്ണൻകുട്ടി ആശാനാണ് ചണ്ട. ഏയ് നിർത്താൻ പാടില്ല നിങ്ങൾ പറയും. ഈ കൂത്തുകടി കൊണ്ട് ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ തക്കിയിട്ട് കൊട്ടി 2 ദിവസം ഞാൻ അധ്വാനിച്ച 3-ാം ദിവസം ഞാൻ കിടക്കും. അപ്പോൾ എന്നെ പറഞ്ഞയക്കും തലേന്തേവരടുത്തേക്കോ. അങ്ങനെ അഭ്യാസവും ചികിത്സയായിട്ട് കഴിഞ്ഞു. കുട്ടമരാശൻ്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി ബോധവാനാവാൻ ഒരു കാരണം ഒന്ന് ശ്രീയുടെ അച്ഛനാണ്. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല. കളരി അല്ലേ? കളരിയുടെ. അതായത് ഇവിടെ ഇപ്പം ഒന്നാമത് ഞാൻ പറയണത് എനിക്കതിൻ്റെ ധാരണ ഇല്ലാത്തതുകൊണ്ടാവും എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉത്തരാസനം വരെ ദൂതൻ. അപ്പോൾ അയാൾ സാധാരണ ഒരു കിടത്തിന്താൻ വെച്ച് വരുന്ന ആളല്ല. ആദ്യം കുറച്ചൊരു 2 കാല ചവിട്ടിലൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇവരിങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ കൊട്ടിലുള്ളത് ശുഷ്കിച്ച് അതിലേക്ക് അങ്ങോട്ട് കൂടും. മനസ്സിലായോ? എനിക്ക് എൻ്റെ ഉള്ളിലുള്ള കൊട്ട്. ദൂതന് കൊട്ട് ചെണ്ടക്കളരിയിൽ പഠിപ്പിക്കണതല്ല. അതൊക്കെ നമ്മളിങ്ങനെ പല കൊട്ടുകളും ചെണ്ടക്കളരിയിൽ പഠിപ്പിക്കില്ല. ഈ സന്ധ്യക്കേളി ചെണ്ടക്കളരിയിൽ പഠിപ്പിക്കണതല്ല. ഈ ധനാശിക്ക് കൊട്ടണ വങ്കളം ചെണ്ടക്കളരിയിൽ പഠിക്കുക. പല കൊട്ടും കളരിയുന്ന ആട്ടത്തിനുള്ള കൊട്ട് ചെണ്ടക്കളരിയിൽ പഠിക്കണതല്ല. അതൊക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മൾ കേട്ട് പഠിക്കണതാണ്. അപ്പോൾ ഈ ദൂതൻ്റെ കളിക്ക് കൊട്ടാനുള്ള ബദ്ധപ്പാടായിട്ടുള്ളൊരു കൊട്ട ഞാൻ കലാമണ്ഡലത്തിൽ കൊട്ടിയിരുന്നത്. അത് ഞാൻ പിടി പ്രയോഗിച്ചു. അപ്പോൾ അച്ഛൻ അവിടെ തൻ്റെ കൊട്ട് എന്താ വെച്ചാൽ അതവിടെ കൊട്ടു, എന്നിട്ട് മതി ഇതിലൊരുങ്ങാറ്. അപ്പം ഞാൻ മുറക്കാതെ കൊട്ടി. അപ്പോൾ അതൊന്ന് പഠിക്കണത് ഇപ്പം സംഭവിക്കണം എന്താ വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിപ്പോഴും സംഭവിക്കുക. വേഷക്കാരന് നമ്മൾ ഡിപ്പെൻഡഡാണ് ഈ കൊട്ടുകാരൻ. ഇനി അതല്ലാണ്ടേ ആണെങ്കിലോ ഞാൻ അയാളോട് തലതല പറയുന്ന ആളോ അല്ലെങ്കിൽ അയാൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളോ ആവണം. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ അടക്കും. കളിക്കാരന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് വെച്ചാൽ ആ കളിയുടെ കൊട്ടിലും ഒരു പ്രിൻസിപ്പിളുണ്ട്. ഈ 2 പ്രിൻസിപ്പിളിനെയും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴേ അതൊരു ചിട്ടാവണ്ണത്തിനെ ആയിട്ട് ശക്തി കിട്ടും. അങ്ങനെ എനിക്ക് പലതും പറയാൻ പറ്റും. ഇതൊന്നും ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. ആശാൻ്റെ ഈ ഒരൊറ്റ പ്രയോഗം അത് എൻ്റെ ഉള്ളിൽ കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായർ ആശാൻ, ശ്രീയുടെ അച്ഛൻ, എൻ്റെ കളിക്കൊട്ടിൻ്റെ ഷാഠ്യത്തിലെ ആദ്യത്തെ ഒരു ഗുരുവ. അല്ല, അതൊക്കെ വന്ന് ചേരുന്ന നിമിത്തങ്ങളായിട്ട് വരാം ചിലപ്പോൾ. മറ്റൊന്നില്ല. 2 മാസം കോട്ടയ്ക്കിൽ പോയിട്ട് എവിടുന്നേ ഇപ്പോൾ പഠിച്ചേ ചോദിച്ചാൽ 4 കൊല്ലം പഠിക്കാത്തത് അങ്ങനെ അവിടെ അവിടെ ഒരു കളറില്ലാണ്ട് ഒരു അഭിപ്രായം പോരുള്ളൂ. അവിടെ കോട്ടക്കൽ ചിട്ട അല്ലെങ്കിൽ കലാമണ്ഡലത്തെ ശൈലി അങ്ങനെ ഉണ്ടാവാം അല്ലേ? ഓരോ ചിട്ടകളും ശൈലികളും ഉണ്ടാവാം. അപ്പോൾ കോട്ടക്കൽ ഇവിടെയാണ് തനിക്ക് ഒരു ആത്മവിശ്വാസം അരങ്ങത്ത് കൊട്ടാൻ കുറേ അവിടെ എനിക്ക് കോഴ്സ് മുഴുവനാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോഴേക്കും അച്ഛന് ഒരു കാശിയാത്ര പരിപാടിയിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കലാമണ്ഡലത്തിൽ ഉറപ്പവണ അദ്ദേഹം ചെയർമാനായി വന്ന കാലത്ത് അച്ഛനെ തിരഞ്ഞെടുക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഏതാ ഈ 78-ന് ശേഷം ആണ് തോന്നുന്നു അച്ഛന് ഈ കാശിക്ക് പോയി, അമ്മയും കൂട്ടി പോയി. അത് ഏതാണ്ടായപ്പോൾ അച്ഛൻ നാട്ടിലെത്തി. ഇങ്ങോട്ട് പോരെ ഇങ്ങനെ എന്താ പറയുക കാശിക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ മുരളി അന്ന് 10ാം ക്ലാസ് അപ്പോൾ അവിടുന്ന് വീട്ടിലെ ആളില്ല. നിങ്ങൾ വരേണ്ടി പിന്നെ ആ വർഷം കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് കലാമണ്ഡലത്തിൽ ജോലിയായി. ഞാൻ 80-81 കലാമണ്ഡലത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് വീണ്ടും ചേർന്നു. അതും ഈ ഇടയ്ക്ക് വെച്ചാൽ ചേർന്ന്. അവിടുത്തെ ആ സമയത്തിന് എനിക്ക് കിട്ടിയില്ല. കുട്ടികളധികം ഉണ്ടെങ്കിൽ കിട്ടില്ല എന്നോ അങ്ങനെ 2 കൊല്ലം കിട്ടി. സാധാരണ 2 ഒരു കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളൂ. ശേഷം അധ്യാപകരുടെ നിയമനം തുടർച്ചയായിട്ട് കിട്ടിയോ അങ്ങനെ പഠനത്തിന് ശേഷം? അതും തന്നെ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷത്തെ കഴിഞ്ഞ മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 1 ചിത്രതുമ്പൂരിപ്പാടും ഉൾപ്പുണ്ണൊക്കെയുള്ള കാലമായിരുന്നു. ഈ
എന്താ പറയുക യൂത്ത് ഫെസ്റ്റിവലിന് ജയിച്ച കുട്ടികൾക്കൊരു സമ്മർ ക്യാമ്പ്. ഈ ഏപ്രിൽ 1-ാം തീയതി ഞാൻ ഈ ഓർഡർ കിട്ടിയിട്ടുള്ള ശമ്പളക്കാരനായിട്ടുള്ള ആദ്യത്തെ ആശാനാവില്ല. മലയാളി രക്ഷനും ഞാനും 2 ചെണ്ടക്കളരി. മലയാളി രക്ഷൻ പാലക്കാട് ഈ സമ്മർ ക്യാമ്പിൽ അന്ന് സീനിയറായിട്ട് കലാമുള്ള ഉടീഷ ഉണ്ടായിരുന്നു. ഇല്ല, ഉടീഷൻ കോഴ്സിലേക്ക് പോയില്ലേ? ഉടീഷൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ ഉടീഷൻ പോയി. എൻ്റെ 2 കൊല്ലത്തെ സീനിയറാണ്. പിന്നെ അധ്യാപക നിയമനം ഉണ്ടായി. അവിടെ എത്ര വർഷം അധ്യാപകനായിരുന്നു കലാമണ്ഡലത്തിൽ? എത്ര വർഷം? കലാമണ്ഡലത്തിൽ റെഗുലറായിട്ട് 33 കൊല്ലം ഉണ്ടായി. 81 മുതൽക്ക് ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് പോകുന്ന സന്ദർഭങ്ങൾ ചുരുക്കാം. ശരി. അപ്പോൾ പിരിഞ്ഞത് എന്ന കലാമണ്ഡലത്തിൽ നിന്ന് 2017 മാർച്ച്. ഞാൻ ഇത് നമ്മൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. കലാമണ്ഡലത്തിൽ 2 തരം കളരി ഉണ്ടല്ലോ, തെക്കൻ കളരി വടക്കൻ കളരി ഇല്ലേ? സമ്പ്രദായങ്ങൾ എത്രത്തോളം 2 തരം മാറ്റമുണ്ട്? അതിൻ്റെ സമ്പ്രദായത്തിനെ കണ്ടാൽ നല്ല സമ്പ്രദായമാണ്, മാറ്റമുണ്ട്. ഒന്ന് എൻ്റെ ആവശ്യമൊരു നിഷ്ഠയായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് വെച്ചാൽ അത് തെറ്റാണ്, അതിൻ്റെ മേളവഴി തെറ്റാണ് പറയേണ്ട ആവശ്യം നമുക്കെന്താ? ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അതൊക്കെ ഈ എന്താ പറയുക കലിവഴി സമ്പ്രദായ പ്രകാരമുള്ള കളിയായാലും കൊട്ടായാലും പാട്ടായാലും അതുപോലെ വേറെ ഒന്നുമില്ല എന്ന് ഇവിടെ പറയുമ്പോൾ മറ്റതൊക്കെ തെറ്റ്, അതിനൊക്കെ പോരാത്തതിരിക്കുന്നത് ഒരു അന്തസ്സിന് ചേർന്നതല്ലാന്ന് എൻ്റെ ഒരു തോന്നൽ. പറയണ്ടേ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെയൊക്കെ ആദ്യ സ്ഥാനം തുടങ്ങിയ കാലത്ത് എന്ന് വിചാരിക്കുക, എൻ്റെ സീനിയർ അധ്യാപകനായിട്ട് ഉണ്ണികൃഷ്ണനാണ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്. അപ്പോൾ സിലബസ് മറ്റത് മറിച്ചത് ഒക്കെ ഉണ്ടാവും. തെക്കൻ കളരിക്ക് കുട്ടികളൊക്കെ ഒന്നിച്ചാണെങ്കിലും തെക്കൻ കളരിക്ക് ഉള്ളവരെ എന്താ പറയുക തെക്കൻ കളരി പഠനം വേറെ കൊടുക്കണം. ഒരു കുട്ടികൾക്ക് പുറപ്പാടിന് അങ്ങനെകളൊക്കെ പോകണ്ടേ? എനിക്കറിയില്ല, ഞാൻ കൊട്ടാറുമുണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഈ നിശ്ചയില്ലാത്തത് നമ്മൾ ചെയ്യണ പോലെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഈ മാറ്റം ഗൗരവമായിട്ട് എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ആ മാറ്റം ഞാൻ കളി കണ്ട് അതിൻ്റെ പാകത്തിന് ഈ വടക്കൻ കളരിയുടെ കൊട്ട് അതിൻ്റെ പാകത്തിനാക്കി ഞാൻ അങ്ങനെ തെക്കൻ ശൈലി സമ്പ്രദായത്തിലുള്ള പുറപ്പാടുണ്ടെങ്കിൽ അതിൻ്റെ കൽവഴി സമ്പ്രദായത്തിൽ എങ്ങനെയാണോ പഠിക്കണേ അതേ സമ്പ്രദായത്തിൽ അല്ല അത് ഒപ്പമുണ്ട്. അതൊക്കെ എൻ്റെ ചില ഇഷ്ടങ്ങളായിരുന്നു. തന്നോട് ഞാൻ പലപ്പോഴും കൊറോണ കാലത്ത് കുറേ സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ തനിക്ക് ഈ കഥകളി മേളം മാത്രമല്ല സംഗീത വഴികളറിയാം, എന്നിട്ട് എഴുതും, എന്നിട്ട് സംസാരിക്കും. പാണ്ഡിത്യമൊക്കെ ഉണ്ട്, ഇല്ല പറയാൻ പറ്റില്ല. തൻ്റെ ഒരു തവണ താൻ വേഷം കെട്ടിയിട്ടുണ്ട്, കരിമ്പുഴ വെച്ച് ഹനുമാനെ വേഷം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പാരമ്പര്യത്തിൻ്റെ അച്ഛൻ്റെ ഈ കലാമണ്ഡലം കൃഷ്ണകുട്ടികളുടെ ഈ അഷ്ടപതിയാട്ടം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലും മറത്തിരുന്നിട്ട് കുട്ടിക്കാലം മുതലേ കുറച്ച് കണ്ടിട്ട് ശീലിച്ചിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ മുദ്രക്ക് അന്നേ വശമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറയാൻ കാരണം താനും വിലയിരുത്തുന്നുണ്ടാവില്ല തൻ്റെ അനുഭവങ്ങളിൽ ഉള്ള ആശാന്മാരുടെ അനുഭവങ്ങൾ കലാമണ്ഡലത്തിലോ ഇങ്ങനെ അങ്ങനെ അരങ്ങുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്ന വേഷങ്ങൾ ആശാന്മാർ അങ്ങനെയൊക്കെ തോന്നലുകൾ എല്ലാം നല്ല നല്ല അനുഭവങ്ങൾ അനവധിയുണ്ട്. എന്താ പറയുക അച്ഛൻ്റെ കൂടെ അധിക കളികൾക്കൊന്നും എനിക്ക് പോകാൻ തരായില്ല വെച്ചാലും പോയിരുന്ന ആദ്യകാലത്തൊക്കെ ഗോപിയാശൻ്റെ വേഷത്തിനൊക്കെ അവിടെയും ഇവിടെയായിട്ടൊക്കെ കൊട്ടാൻ ധാരാളം അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ അച്ഛന് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ഒരു കൂട്ടുകാരുണ്ടാവില്ല. ചിലപ്പോൾ ആയാമുടിയാശാൻ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒഴിവാണ് നമുക്ക് കിട്ടുന്ന ഒഴിവ്. ആയാമുടിയാശാൻ അധികവും ഈ കല്ലുഴി സമ്പ്രദായക്കാർ വന്ന ആശാൻ അധികം ഒഴിഞ്ഞു നിൽക്കും. ആശാൻ നിങ്ങളതൊക്കെ കഴിച്ചോളൂ, ബാക്കിയുള്ളതൊക്കെ ഞാനാവാം, അങ്ങനെ ഒരു മനസ്സിലാക്കാരനാണ് പാവം. അപ്പോൾ എന്താ പറയണ്ടേ വാലും തലിയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയണ്ടേ കർണശോഭത്തിൽ കുന്തി വന്ന് ഇത് കഴിഞ്ഞാൽ ഞാൻ കൊട്ടും. ഒന്നും മനസ്സിലായിട്ടല്ല, ഇതൊന്നും നമുക്ക് പറഞ്ഞു തരില്ലോ, ഒന്നുമില്ല, എന്താ സംശയം നോക്കിയിട്ടെന്ന് അറിയില്ല, ഒക്കെ കൊട്ടിയിട്ടുണ്ടാവും. ഇത് മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും പറയേണ്ടതില്ലല്ലോ. കാരണം വെച്ചാൽ മോശമായിട്ടെന്ന് പറയാൻ നമ്മളൊന്നും പഠിച്ചിട്ടല്ല പോണത്. കൊട്ടിന് കേട്ടാൽ ഒക്കെ പഠിച്ചിട്ടുള്ള ആൾ ചെയ്യണ പോലെ ആവും ചിലപ്പോൾ തോന്നും ചെയ്യുക. അപ്പോൾ അവരോടൊന്നും പറയേണ്ടതുമില്ല. അപ്പോൾ ഇനി അവരുടെ മുഷ്ക് എന്തെങ്കിലും തോന്നിച്ചാൽ എൻ്റെ ഗുരുനാഥന്മാർക്ക് ആർക്കായാലും നമ്മൾക്ക് ചീത്ത പറയാൻ അവകാശമുണ്ടല്ലോ. അപ്പോൾ പിന്നെ
ഈ പറയണത് പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ തൻ്റെയും കൃഷ്ണകുട്ടിയുടെ തുടർച്ചയിൽ വിജയകൃഷ്ണൻ എന്നുള്ള ചെണ്ടത്താവഴിയിൽ സംഗീതത്തിൽ നോക്കുമ്പോൾ മോഹനകൃഷ്ണനുണ്ട്, കലാമണ്ഡലം ജ്യേഷ്ഠൻ. ഇപ്പോൾ നിലവിൽ മകനും കുട്ടുമെന്ന് ഞങ്ങൾ വിളിക്കുക ഡോക്ടർ കൃഷ്ണപ്രവീൺ. ഇപ്പോൾ ഒരുവിധം എല്ലാം മിക്ക സ്ഥലത്തും കളിക്ക് പ്രാപ്തനായിട്ടുണ്ട്, തായ്മയും കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പാരമ്പര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനപ്പുറം ഒരു പാരമ്പര്യമുണ്ട് കവളപ്പാറ. ഇപ്പം മൂലസ്ഥാനം കരിമ്പുഴയോടാണ്, അല്ല നിങ്ങൾക്ക് കരിമ്പുഴയുടെ ബന്ധമുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ അമ്പലങ്ങളിൽ അവിടുത്തെ അടിയന്തരം സമ്പ്രദായങ്ങൾ, പാണിക്കൊട്ട്, ഇതൊക്കെ എവിടുന്ന വശാക്കിയിട്ട് ഇതിനൊക്കെ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ? നമ്മളല്ലേ ഇവിടെ അമ്പലത്തിൽ മേടമാസം ആണ് ഉത്സവം, വിഷു കണി കഴിഞ്ഞിട്ട്. അതിൻ്റെ പ്രധാന ദിവസമാണ് ഉത്സവബലി. അച്ചുണ്ണിമാമ ഉത്സവബലി പാണിക്ക് വരും, വേറൊരു അമ്മാവയുണ്ട്. അപ്പോൾ അതിന് എൻ്റെ വലിയേട്ടനും ഉണ്ണിയേട്ടനും രാജേട്ടനും ഒക്കെയാണ് അമ്പലത്തിലെ നിത്യടിയന്ത്രക്കാർ. അവരെയൊക്കെ ഒന്ന് ഒരു കോച്ചിങ് കൊടുക്കും. എനിക്കിത് പഠിച്ച് പ്രവർത്തിക്കാറായപ്പോഴേക്കും കൊട്ടാരത്തിൻ്റെ അവസ്ഥയൊക്കെ മോശമായി. അമ്പലത്തിലെ അടിയൻ തൽക്കാലം ഇല്ലാതെയായി. വേണ്ടാച്ചാൽ അവരുടെ കൊട്ടാരത്തിന് അതിനുള്ള വക ഇല്ലാണ്ടേ നാളെ മുതൽക്ക് വരണ്ടാത്രേ അങ്ങനെയില്ലേ, അങ്ങനെ ഒരവസ്ഥയായി. പക്ഷേ എന്നെ സംബന്ധിച്ചോളം പൊതുവാൾ എന്നുള്ള ഒരു ക്ഷേത്ര അടിയന്തരക്കാരന് അടിയന്തരക്കോട്ട അറിയില്ല, കഥകളിക്കോട്ടേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ചീത്തപ്പേര് ഞാൻ സ്വയം ഉൾക്കൊണ്ടു. അപ്പോൾ ഇതൊക്കെ ഒരാളുടെ കീഴിൽ പഠിക്കാൻ അന്നൊക്കെ വിഷമമാണ്. കൂടെ പോയി പഠിക്കലാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവം. ഞാൻ എൻ്റെ അടുത്ത ആൾക്കാരോടൊക്കെ സംസാരിച്ചു, അവരൊക്കെ ആവാമെന്ന് പറഞ്ഞു. എനിക്ക് തരായില്ല. അപ്പോൾ എൻ്റെ വല്യമ്മ, അമ്മയുടെ എഴുത്തി, എടാ അച്ഛൻ്റെ മരുമകനാണ് കരിമ്പുഴ ഗോപിപ്പുതാൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെ മരുമകനാണ്. നീ ചെന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടാവും, പോയി പഠിച്ചോ. അപ്പം ഞാൻ കത്തെഴുതി മോഹമുണ്ടതാണ്. അദ്ദേഹം കവളപ്പാറയ്ക്ക് വന്നു. അപ്പയ്ക്ക് പേടിയായി, ഇങ്ങനത്തെ കത്ത് വല്ലതും തകരാറായോ ഇങ്ങോട്ട് വരാൻ. അത് പറഞ്ഞു, ഇതൊക്കെ പഠിച്ചോ, വായിച്ചോ. കരിമ്പുഴ കലശം തുടങ്ങുകയാണ്. 12 ദിവസമുണ്ട്, 5-6 പാണി വേണം. ഒരു പാണി അരകേറ്റം കഴിക്കാം. അങ്ങനെ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് പാണി അരങ്ങേറ്റം കഴിച്ചു. ഇപ്പോൾ പല ദിക്കിലും കൊണ്ടു നടക്കുന്നുണ്ട് സീസണായി. ഈ പാണിക്കുണ്ട്. ഇപ്പോൾ ഈ തെക്കൻ വടക്കൻ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ പോലെ തിച്ചൂര് സമ്പ്രദായം, തിച്ചൂര് മോഹനൻ ഇടയ്ക്കാൻ കേട്ടില്ലേ, തിച്ചൂര് സമ്പ്രദായക്കാരനാണ് ഞാനൊക്കെ. ഈ കരിമ്പുഴ ഗോപിപ്പുതാൾ, മരിച്ചുപോയ ഗുരുവായൂർ കുഞ്ഞന്മാരാർ, പോരൂർ ഉണ്ണികൃഷ്ണൻ്റെയൊക്കെ അച്ഛൻ പോരൂർ കുട്ടന്മാരൊക്കെ തിച്ചൂർ സമ്പ്രദായം പാണിക്കാരാണ്. പിന്നെ തൃത്താല സമ്പ്രദായ, അതാണ് ഒരു ലോകം മുഴുവനെ. തിച്ചൂർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആകെ 10 ആളുകൾ വെച്ചാൽ 10 ആദ്യത്തെ ആളൊന്ന് ഞാൻ അവിടേക്ക് എത്തിയിരുന്നു. അതിൻ്റെ ഒരു കഷ്ടം. അത്രയും ആളുടെ അംഗസംഖ്യ കുറവായിരിക്കണം. എന്നാലും ഞങ്ങൾ നടത്തുന്നുണ്ട്. എന്താ പറയുക, അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തോന്നും ഇതിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല എന്ന്. അതാണ് അതിൻ്റെ ഒരു ലോകം. പിന്നെ മകനെ ഈ കളിക്കൂട്ടിലേക്ക് പ്രാപ്തനാക്കിയത് അങ്ങനെ ശിക്ഷണം എങ്ങനെയായിരുന്നു? അയാളിപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്തിട്ട് പ്രൊഫസറാണ് കോളേജിൽ. പക്ഷെ നല്ല കമ്പാണ് കൊട്ടാനും. അയാൾക്ക് കലാമണ്ഡലത്തിൽ കഥകളി ഉണ്ട് അല്ലെങ്കിൽ പരിപാടി ഉണ്ട് എന്ന് തോന്നിയാൽ വരാൻ ഉത്സാഹമാണ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ 6-7 വയസ്സിലിട്ട് ഞാൻ അരങ്ങേറ്റം കഴിച്ചു. പലയിടത്തേക്കും വിടാനൊക്കെ മോഹിച്ചിരുന്നു. ബലരാമൻ്റെ അടുത്തേക്കോ അങ്ങനെ എവിടെയെങ്കിലും. ബലരാമൻ്റെ ആ കാലത്തൊക്കെ ഷൊർണൂർ താമസം തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ തിരക്ക്. പക്ഷെ അവരുടെ തിരക്ക് ഒഴിഞ്ഞിട്ട് ഇയാളെ പഠിപ്പിക്കാൻ എപ്പോഴാണ് സമയം കണ്ടെത്താമെന്നൊരു ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനങ്ങോട്ട് തുടങ്ങി. ഇപ്പോൾ അനവധി സ്റ്റേജിൽ സ്ഥിരം കാണുന്നുണ്ട്. അതെ, കളിക്കോട്ട് തായമ്പ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് പഠിപ്പിക്കാനുള്ളത് കളിക്കോട്ടാണ്. പിന്നെ ഈ പാണിയാളുടെ അരങ്ങേറ്റം കഴിച്ചു. മേളം കുറേ എന്നൊക്കെ കൊണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ശീലിപ്പിക്കാൻ കലാമണ്ഡലത്തിൽ ഞങ്ങളുടെ അടുത്ത് പഠിച്ച ശിവദാസും ഞാനിപ്പോൾ നിലവിൽ കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ താവഴി, കാരണം ഇപ്പോൾ നിങ്ങളാ മുന്നുള്ള ഈ ഗുരുക്കന്മാർ കൃഷ്ണകുട്ടി പോള ആസാൻ, മന്നാടിയർ ആസാൻ അങ്ങനെ തുടങ്ങിയ മറ്റേ അമ്മാവൻ അച്ചുണ്ണി പൊതുവാൾ, ആ പരമ്പരയിൽ കൂടെ വന്ന തുടരാണല്ലോ മറ്റേ ഉണ്ണികൃഷ്ണൻ, മറ്റേ ബലരാമേട്ടൻ, ബലരാം ആസാൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ റിട്ടയർഡ് പ്രിൻസിപ്പാൾ. പിന്നെ ഇപ്പോൾ
ആ തുടർച്ച ആരും മോശമില്ല. ഞാൻ കണ്ടിടത്തോളം അറിഞ്ഞിടത്തോളം കേട്ടിടത്തോളം അത് ബാലസുന്ദരം മുതൽ ഇപ്പോൾ ഈ വർഷം റിട്ടയറായി. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ എങ്ങനെ കലാമണ്ഡലത്തെ താങ്കളിങ്ങനെ നോക്കി കാണുന്നു ആ ഇപ്പോഴത്തെ മേളക്കാരുടെ? ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തെ അപേക്ഷിച്ച് എത്രയോ കേമന്മാരാണ് ഇപ്പോഴത്തെ പിള്ളേർ എന്നെനിക്ക് സ്വാഭിമാനം പറയാൻ. മുതിർന്നവരായി പിള്ളേരല്ല, അല്ല, പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ രംഗത്ത് കാണുന്നവരൊക്കെ എന്നുവെച്ചാൽ എന്നേക്കാൾ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കലാമണ്ഡലത്തിൻ്റെ പഠന സ്വഭാവം കൊണ്ടാണോ അവിടുത്തെ സൗകര്യം കൊണ്ടാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ എനിക്ക് അടുത്ത കാലത്തൊന്നും മടിയില്ല. കാരണം എന്താ വെച്ചാൽ പച്ചുണ്ണിപ്പിള്ളാശാനും മന്നാടി ദേശനൊക്കെ റിട്ടയർ ചെയ്തതിന് ശേഷമാണോന്ന് വെച്ചില്ല, കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ വരുന്ന വിഭാഗത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചെണ്ട പഠിക്കാനാണ്. ഒരു 80-82 കുട്ടികൾ 1-ാം വർഷം മുതൽക്ക് നോക്കിയാൽ അതിൻ്റെ ആ തലപ്പത്ത് ഉള്ളത്. അത് ഏതാണ്ട് ഇപ്പോൾ ഉണ്ടാവുന്ന എൻ്റെ തോന്നൽ. അതിലൊരു 5-6 എണ്ണമെങ്കിലും കൊട്ടാറായിട്ട് വരുന്നുണ്ട്. ഇവർക്കൊന്നും പഠിക്കാനുള്ള സൗകര്യം കലാമണ്ഡലത്തിൽ ഒന്നുമില്ല. ഒരാൾക്കൊരു ചൊല്ലിയാട്ടക്കളരി മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ കുട്ടികൾ ഒരു 40 ആൾ ചൊല്ലിയാട്ടത്തിന് പ്രായമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കോഴ്സായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ എത്ര കളരി വേണം, എങ്ങനെ സാധിക്കും? അപ്പോൾ ചെണ്ടക്കളരിയിൽ നിന്നുള്ള നല്ല അമർന്ന ശിക്ഷണം കിട്ടുകയും അവർക്ക് അതിൽ കൈകാര്യം ചെയ്യാനുള്ള അത് വന്നാൽ പിന്നെ അവർ അനുഭവം കൊണ്ട് കുറേ പഠിക്കുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ല, കലാമണ്ഡലം ചിട്ട തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെണ്ടയ്ക്കും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. ഗംഭീര നല്ല ഭാവിയുള്ള കുട്ടികളാണ്, നിങ്ങളുടെ പരമ്പരയ്ക്ക് നിങ്ങൾക്ക് അഭിമാനിക്കുകയും ചെയ്യാം ആ രൂപത്തിൽ. തീർച്ചയായും. പിന്നെ കലാമണ്ഡലത്തിലത്തെ ഉള്ള കാലം യാത്രകളൊക്കെ ഉണ്ടാവും പലതിക്കും അല്ലേ, ദേശവിദേശങ്ങളിലൊക്കെ. കുറച്ച് വിദേശ യാത്രകൾ. അത് എവിടേക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായത്? ജർമ്മനിയാണ് ആദ്യത്തെ യാത്ര. പിന്നെ ജപ്പാനാണ് ഒരു നീണ്ട യാത്ര, ഒരു 3.5 മാസം. പിന്നെ റഷ്യയിൽ ഒരാഴ്ചയോളം, ബെൽജിയം, അതുപോലെ പാരീസ് ഏതാണ്ട് ഒരാഴ്ചയോളം. റിട്ടയർ ചെയ്യണതിൻ്റെ 2 മാസം മുമ്പ് പോയി വന്നത് അമേരിക്കയിലാണ്, ഒരു 4 ദിവസം. അങ്ങനെ ഒരു യോഗം കൂടി ഉണ്ടായി. അല്ല, അതൊക്കെ അനുഭവങ്ങളാണല്ലോ, യാത്രാനുഭവങ്ങളും കൂടെ വ്യക്തിത്വ വികസനം കൂടി ഉണ്ടാവും. ഒപ്പം തന്നെ തൻ്റെ സാഹിത്യ സൃഷ്ടികളെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സാഹിത്യം ഒരു കുഞ്ഞിരാമായണം പറഞ്ഞൊരു സംക്ഷിപ്ത വിജയരാമായണം. പിന്നെ ഒപ്പം തന്നെ ദശമുഖ രാവണൻ, ഒരു ആട്ടക്കഥ. പിന്നെ ഒരു നങ്ങിയാർകൂത്ത് അല്ലേ, എന്താ ഒരു വേറൊരു സ്വഭാവം, ഒരു ഡൈവേർഷൻ ഉണ്ടായിരുന്നു. അല്ല, അതിൻ്റെ കൈകസി താങ്കളുടെ രചനയാണ്. അപ്പോൾ ചിന്തകൾ വെറും മേളത്തിലായിരുന്നില്ല, ഈ എഴുത്തിലും സാഹിത്യത്തിലും ഒപ്പം ഉണ്ടായിരുന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ തന്നെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എന്താ പറയണ്ട, എൻ്റെ ഒപ്പം പഠിച്ചവർക്കും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജോലിക്കാർക്കുമാണ്. കാരണം വെച്ചാൽ ശ്രീകുമാരനെ കൊണ്ട് അത് സാധിക്കും എന്ന് പറയാൻ തോന്നുന്ന ഒരു മനസ്സില്ലേ, ഞാൻ അതിനൊന്നും പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതിനൊരു സമയം ഞാൻ നടത്തിയതല്ലാണ്ട് നമ്മളിലുള്ള ആത്മവിശ്വാസമാണ് നമുക്കതിനൊരു പ്രചോദനമായത് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഇപ്പോൾ ഈ വിശ്രമ ജീവിതങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം എഴുത്തിലും കാര്യങ്ങളും തയ്യാറെടുപ്പുണ്ടാവും അല്ലെ, പ്രത്യേകിച്ച് ബുക്കുകളോ? ഒട്ടും തയ്യാറെടുപ്പില്ല. ഈ വെറുതെ അവരുടെ 17 മുതൽക്ക് എൻ്റെ ദിനചര്യ സമ്പ്രദായമൊക്കെ തകരാറാണ്. മറ്റത് ദിവസേന വരിക വേണ്ടേ. അപ്പോൾ ജീവിതത്തിന് പ്രത്യേക ഒരു കൃത്യനിഷ്ഠയില്ല. പ്രത്യേകിച്ച് എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ആരും എന്നെ ഡിപ്പെൻഡ് അങ്ങനെ ഒരു എന്താ പറയണ്ടേ ഒരു തരം ജീവിതം. അതിൽ ചില തോന്നലുകളാണ് ഞാൻ എഴുത്തിലൂടെയൊക്കെ വരുന്നത്, എന്തെങ്കിലും ഫേസ്ബുക്കിലൂടെയൊക്കെ